ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നമ്മുടെ പള്ളികളിലൊക്കെ ആനവാതിൽ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനമുണ്ടല്ലോ വലിയ. ഇതെങ്ങനെയാ ചെയ്തിരിക്കുന്നത് ചേട്ടാ? അതായത് മേളിൽ തടി കണ്ടു, അതാ ഞാൻ ചോദിക്കാൻ കഴിയും. ഒരു വലിയ ഞങ്ങൾ 3 പേരേ ഉള്ളൂ, ഒരു ചെറിയ കിച്ചൺ മതി എന്നുള്ളതായിരുന്നു വലിയ ആഗ്രഹം. അത് നമ്മൾ ചെയ്താ എല്ലാം ഒരുപോലെ ആക്കിയതാ. ഒരുപോലെ ഇത് അത്യാവശ്യം ചെറുതല്ലേ ചേച്ചി? ബാത്റൂമിന്റെ സെയിം പാറ്റേൺ ഇത് അന്ന് വാങ്ങിച്ചു. ഈ ലൈറ്റ് ഇങ്ങനെ റിംഗ് ആയിട്ട് തന്നെ ഇടണം, ഗംഭീരമായിട്ടുണ്ടാവും അത്. നമസ്കാരം. വീട് ആഡംബരത്തിന്റെ ആണോ ആവശ്യത്തിന്റെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 99% പേര് പറയാൻ പോകുന്നത് ആവശ്യത്തിൻ്റെതാണ് എന്നുള്ളതാണ്. അങ്ങനെ ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് വീട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് വളരെ ട്രഡീഷണലായിട്ട് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അനുരാജ് ചേട്ടനും നിഷ ചേച്ചിയും ചേർന്ന് നിർമ്മിച്ച വീട്. ഇതിനൊരു ആർക്കിടെക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവർ തന്നെ അവരുടെ മനസ്സിലുണ്ടായ കോൺസെപ്റ്റ് അവർ തന്നെ വരച്ച് അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു വീടാണ്. കൊച്ചു വീടാണ്, അവരുടെ ഒരു കൊച്ചു കുടുംബമാണ്. ആ കൊച്ചു കുടുംബത്തിനായിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു കൊച്ചു വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു ടെക്സ്റ്റ് ബുക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കാരണം അവർ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഓരോന്നും അങ്ങനെ സെലക്ട് ചെയ്ത് എടുത്തിരിക്കുന്ന മെറ്റീരിയൽസാണ്. അതുതന്നെയാണ് ഈ വീട് ചെയ്യാനായിട്ടുള്ള ഹോം ടൂർ ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേകതയും. നിൽക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് നമ്മുടെ പുതുപ്പള്ളിക്ക് അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ വിശേഷങ്ങളാണ്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം നിഷ ചേച്ചിയുണ്ട്, എൻ്റെ ചേട്ടനുണ്ട്. രണ്ടുപേർക്കും നമസ്കാരം. നമസ്കാരം. എത്ര നാളായി ചേട്ടാ വീട് വെച്ചിട്ട്? 1 കൊല്ലം 1 മാസമായി. 1 കൊല്ലം കഴിഞ്ഞു. കറക്റ്റ് സ്ഥലം പുതുപ്പള്ളി അടുത്താണ്. കറക്റ്റ് സ്ഥലം 17 സെന്റ് സ്ഥലമാണ്. എത്ര സ്ക്വയർ ഫീറ്റാ വീട് വന്നിരിക്കുന്നത്? വീട് വന്നിരിക്കുന്നത് വരാന്ത ഉൾപ്പെടെ 1300 സ്ക്വയർ ഫീറ്റ്. വരാന്ത ഉൾപ്പെടെയാണ് 1300? വരാന്ത ഉൾപ്പെടെയാണ്. ഞാൻ ആദ്യം ചോദിച്ചോട്ടെ, ഇതിനൊരു ആർക്കിടെക്ട് ഇല്ല? ഒരു 3 ബെഡ്റൂം ആയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. സ്നേഹക്കൂട് അഭയമന്ദിരം എന്ന് പറഞ്ഞാൽ കോട്ടയത്തുള്ള എല്ലാവർക്കും അറിയാം. ഏകദേശം 140 മുകളിൽ 149ഓളം അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ ഇത് സാമ്പത്തികം, അതായത് പൈസ നോക്കിയിട്ടോ അതല്ലാതെ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടു കൂടിയോ ഒന്നുമല്ല. ഇവർ രണ്ടുപേരും സ്വയമേ തീരുമാനിച്ച് എന്താ അങ്ങനെ ഉണ്ടാകാനായിട്ടൊരു സാഹചര്യം, അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ. അത് നമ്മുടെ അനുഭവം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയത്. നിങ്ങൾ ഒരിക്കലെങ്കിലും വൺസ് ഇൻ എ വൈൽ ഒരിക്കലെങ്കിലും വന്ന് സംരക്ഷിക്കണം എന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടികളോടൊപ്പം മക്കളോടൊപ്പം വന്ന് കാണണം. പിന്നെ ഇപ്പോൾ അച്ഛന്മാർക്കായിട്ട് പുതിയൊരു ഇത് നമ്മൾ ഒരു കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു റീല് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള തുക സ്ക്വയർ ഫീറ്റ് 2000 രൂപ വെച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു കെട്ടിടം പൂർത്തിയാവും. ഏതാണ്ട് 60 ചില്ലുവാനും എത്ര അച്ഛന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ അവർക്ക് സ്വന്തമായിട്ട് ഇവിടെ കെട്ടിടം ഇല്ല. ഇപ്പൊ ഒരു റെന്റൽ ബിൽഡിങ്ങിലാണ്. അതിൽ ഇവരുടെ ഇപ്പോൾ ഉള്ള ആ ഒരു അഭയമന്ദിരത്തിനൊപ്പം തന്നെ ഒരു കെട്ടിടം നിർമ്മിക്കുകയാണ്. അതിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ തുക സംഭാവന ചെയ്യാൻ സാധിച്ചാൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒരു പുണ്യപ്രവൃത്തി എന്നാണ് ഞാൻ പറയത്തുള്ളൂ. അതിനപ്പുറം ഒന്നും പറയുന്ന. ഇനി നമുക്ക് വീട്ടിലേക്ക് ചെറിയ മുറ്റം എന്ന് പറഞ്ഞാലും അതെ, മുറ്റം നല്ല വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ചെടികളൊക്കെ നാച്ചുറൽ പ്ലാന്റുകൾ തന്നെയാണ്, എല്ലാം നാച്ചുറൽ പ്ലാന്റ്. ആ ബുദ്ധൻ എടുത്തു പറയേണ്ട ഒന്നാണ്. ആ ബുദ്ധനെ ഇതൊരു എന്താ പറയാ, അത് ഫൗണ്ടൻ, നമ്മള് നിരന്തരം വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഫൗണ്ടൻ തന്നെ. അതെ അതെ. ഇത് എവിടെ നിന്ന് മേടിച്ച ചേച്ചി? ഇത് ഡൽഹിയിൽ വരുത്തിച്ചതാണ്. ക്ലേ ആണോ സംഭവം? ക്ലേ അല്ല, അല്ലാത്തതാണ്. പക്ഷെ നമ്മൾ അങ്ങനെ പെയിന്റ് അടിച്ച് അങ്ങനെ ആക്കി. ഫൈബറാണോ? ഓക്കെ. അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതുപോലൊരു ചെറിയ മുറ്റം ഇവിടെയും കൊടുത്തിട്ടുണ്ടല്ലേ? അതെ. ഇവിടം തൊട്ട് നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ട് ആരംഭിക്കും. ഇതിന്റെ ബഡ്ജറ്റോട് ഒന്ന് പറയാമോ? ഇതിന്റെ ബഡ്ജറ്റ് ശരിക്കും ടോട്ടൽ ഒരു 28 ലക്ഷം രൂപയ്ക്ക് ഉള്ളിലാണ് ഞങ്ങളിത് തീർത്തിരിക്കുന്നത്. 28 ലക്ഷം രൂപയ്ക്ക് തീർന്നു. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ പഴയ വീടുകൾ പൊളിച്ച സാധനങ്ങളാണ്. ഒരു റീസൺ ഉണ്ട് തീർന്നതിനല്ലേ? അതെ. അല്ലാതെ ഈ 1300 സ്ക്വയർ ഫീറ്റ് ഇപ്പോഴത്തെ വില വീണ്ടും കൂടിയേ, അതുകൊണ്ട് അത് എടുത്തു പറയട്ടെ. അല്ലാതെ തന്നെ 28 ലക്ഷം രൂപ തീരാന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമാണ്. അതായത് എല്ലാം പഴയ സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചു. അതെ. ഈ പുതിയത് ഉപയോഗിച്ചിരിക്കുന്ന കട്ടയും ടൈലും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പുതുതായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സീലിങ്ങും ബാക്കി എല്ലാം തന്നെ ഓട്, പിന്നെ ഇതിലെ ജനല്, കട്ടള അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പഴയത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ഇതില് ടൈൽ ഉപയോഗിച്ചിരിക്കുന്നെന്ന് പറയുമ്പോഴും ഉപയോഗിച്ചിരിക്കുന്ന ടൈലിൽ തന്നെ നമ്മളൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങള് 29 രൂപ സ്ക്വയർ ഫീറ്റിനാണ് ഈ ടൈല് വാങ്ങിയത്. പെരുമ്പാവൂരിൽ നിന്ന് പെരുമ്പാവൂര് ഇവയെന്ന് പറഞ്ഞൊരു ഇവ ടൈൽസ് എനിക്കറിയാം, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വീട് വെച്ചതെന്ന് പറഞ്ഞാൽ 5 മാസം കൊണ്ട് വീടിന്റെ പണി പൂർത്തിയാക്കി. പക്ഷെ ഞങ്ങൾ 3 വർഷമായി ഈ വീടിനുള്ള പരിപാടി തുടങ്ങിയിട്ട്. മുന്നേ പറഞ്ഞാല് ഒരു ഗോഡൌൺ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ചേട്ടന്റെ ഗോഡൌൺ ആയിരുന്നു. അവിടെ ഞങ്ങൾ ഈ പഴയ ഓട്, പഴയ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ വീട് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് കോസ്റ്റ് ഓഫ് എഫക്ട് ചെയ്യാൻ സാധിക്കും. പ്രൊഫഷൻ വൈസ് എന്താണ് എന്റെ ഏട്ടൻ നിശ്ചയിച്ചു പറഞ്ഞോട്ടെ, എനിക്കറിയാം. എന്നാലും ഞാൻ 22 വർഷം പട്ടാളത്തിലായിരുന്നു. ആർമിയിൽ ജോലി ചെയ്തിട്ട് 22 വർഷം ജോലി ചെയ്തിട്ടാണ് ഞാൻ. അത് ആർമി കഥകളൊന്നും ഞാൻ പറയാനായിരുന്നു. അങ്ങനെ കുറെ ഇതായിട്ടുള്ള ജോലി ചെയ്ത ഒരാളാണ്. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു ചെറിയ കടയായിരുന്നു. അത് ഞങ്ങളുടെ ഒരു ബിസിനസ് ആയിട്ട് പിന്നെ 2 ഷോപ്പുണ്ട്. അതിപ്പോഴും ഇല്ലേ? ഞാനൊരു 19 വയസ്സ് മുതൽ സ്റ്റിച്ചിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ചെറിയ ഒരു ഷോപ്പിൽ നിന്ന് ആരംഭിച്ചതാണ്. ആ സ്റ്റിച്ചിങ്ങിൽ നിന്നാണ് ഇപ്പം അത്രയും കാലം മുന്നേ. അതെ അതെ അതെ. ശരി. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈ അടുത്ത് 20-21 വർഷമായി ഞാൻ എൻ്റെ പ്രൊഫഷണൽ ഡിസൈനർ ആണ്. ഫാഷൻ ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് യൂണിറ്റ് ടെക്സ്റ്റൈൽസിന്റെ. വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന കട്ട മണ്ണിന്റെ കട്ടയാണ്. അതെ, മണ്ണും സിമെന്റും കൂടെ കംപ്രസ് ചെയ്യുന്ന കംപ്രസ്ഡ് മഡ് ബ്രിക്സ് എന്ന് പറയും. അതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. 6 ടൺ 7 ടൺ വെയിറ്റ് കയറ്റിയിട്ട് കംപ്രസ് ചെയ്തിട്ട് ഇന്റർലോക്കിംഗ് കട്ടയാണ്. ഇന്റർലോക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇന്റർലോക്കിംഗ് അതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അതിനെ എങ്ങനെ ക്ലിയർ കോട്ട് ചെയ്ത് ഈ സ്ലറി അങ്ങനെ തേച്ച് നിർത്തിയിരിക്കുകയാണ്. അതെ, ഒരു ചെറിയ ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിനകത്തൊന്നും കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ പൊട്ടി ഫില്ല് ചെയ്തിട്ട് അതിനെ ചെയ്തിരിക്കുകയാണ്. ഇതും നമ്മൾ റിഫർബിഷ് ആണ്, അതായത് നമ്മുടെ പഴയ തടികളല്ലേ, പഴയ ഇത് അങ്ങനെ തന്നെ മേടിച്ച് സെറ്റോടെ അത് മറ്റേ പെയിന്റ് കളഞ്ഞ് എടുത്തിരിക്കുന്നതാണ്. അത് ടോട്ടല് ഇവിടെ കുറെ ഡെക്കോർ ഐറ്റംസ്, ഈ ഡെക്കോർ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇത് കഴിഞ്ഞപ്പം കളക്ട് ചെയ്ത സാധനങ്ങളാണോ? അത് ഡെക്കോർ ഐറ്റംസ് അതെല്ലാം ഞങ്ങൾക്ക് ഇനാഗുറേഷൻ സമയത്ത് ഈ വെച്ചിരിക്കുന്നല്ലേ. പിന്നെ നിങ്ങളെ അറിയുന്നവർക്ക് നിങ്ങളുടെ ടേസ്റ്റ് അതൊക്കെ അറിയാമായിരുന്നു, വലിയ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പറയേണ്ടതാ ഈ തൂണാണേ. ഇത് കാണുമ്പോഴും നമ്മൾ വിചാരിക്കും തടിയുടേതാണ്, പക്ഷെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വരച്ചിരിക്കുന്നതാണ്, സിമെന്റിന്റെ ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ധാരാളം ചെടികളുണ്ട്. ഇത് പരിപാലിക്കാനായിട്ടുള്ള സമയം കിട്ടുന്നുണ്ടോ? അതായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിന് സമയം നോക്കി നമ്മൾ ഇതിന് വെള്ളം കൊടുക്കുക, അങ്ങനെ 1008 പരിപാടികളുണ്ട്. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതങ്ങനെ നടന്നോളൂല്ലോ അല്ലേ. ഇതിലൊരു വെറൈറ്റി ബെല്ല് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതൊന്ന് അടിച്ചു കാണിച്ചേ. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ശരി. ഞാൻ ഇവിടെ നമ്മുടെ ചേട്ടന്മാർ ആരെങ്കിലും ചെയ്തെടുത്താന്ന് വിചാരിച്ചത്. നിഷാനു അതാണ് വീട്ടുപേരല്ലേ? അതായത് നിഷ അനു 2 പേരുടെയും കൂടെ ചേർത്തിട്ടിരിക്കുന്ന. അപ്പൊ നമുക്ക് എന്നാ അകത്തോട്ട് കയറിയാലോ. എനിക്കിവിടെ നിൽക്കുമ്പോൾ തോന്നുന്നൊരു കാര്യമുണ്ട്. ബ്രീസ്, ഭയങ്കര കൂൾ വിൻഡ് നമുക്ക് പുറത്ത് നമ്മളെ പുഷ് ചെയ്യുന്ന പോലെ തോന്നും. അതായത് അകത്തോട്ട് പുഷ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. വെളിയിൽ നിൽക്കുമ്പോ ഒട്ടാകെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പാടമാണല്ലേ, അതുകൊണ്ട് വെള്ളം കയറുന്ന പ്രശ്നം കയറിയിട്ടില്ല. വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു. ഇതാണ് നിങ്ങളുടെ ലിവിങ്, ഡൈനിങ് എല്ലാം ഇവിടെ, TV യൂണിറ്റ് എല്ലാം ഇവിടെ കയറിയല്ലേ. യെസ്, ലിവിങ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുഴുവൻ ഫോട്ടോസും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മേടിച്ചതാണ്. ഇത് നമ്മൾ ഈ പുരാവസ്തുക്കൾ കിട്ടുന്ന കടകളില്ലേ, അങ്ങനെയുള്ള കടകൾ, അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് മേടിച്ചാണ്, വാങ്ങിച്ചെടുത്താണ് അല്ലേ ഇത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെയാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു TV കാണാനുള്ള സമയമൊക്കെ ഉണ്ടോ? ഇല്ല, അമ്മയല്ലേ കാണല്ലോ. ഇതൊക്കെ നമ്മൾ പഴയ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും, ഒരു ഫർണിച്ചറും ഒരു കട്ടിലും മാത്രമാണ് ഇവിടെ ആകെ വാങ്ങിച്ചല്ലേ. പറഞ്ഞുമ്പോ ഈ ഡോർ ഒരു വെറൈറ്റി ആട്ടോ. നമ്മുടെ പള്ളികളിലൊക്കെ ആനവാതിൽ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനമുണ്ടല്ലോ, വലിയ ആനവാതിൽ. ഇതും പഴയ ഒരു വീട് വിളിച്ചതിന്റെ ഡോറാണ്. അങ്ങനെ ഡോർ തന്നെയാണ്. അത് ശരി. ആനവാതിൽ എന്ന് പറഞ്ഞ പോലൊക്കെ തന്നെയാണല്ലേ. അകത്തും നമ്മള് പ്ലാസ്റ്ററിങ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇത് സീലിംഗ് മാത്രം PVC കൊടുത്തിരിക്കുന്നു അല്ലേ.
ഈ സീലിംഗ് പറയുമ്പോഴത്തേക്ക് എടുത്തു പറയേണ്ടത് ഈ നടുമുറ്റം ഒരാഗ്രഹമായിരുന്നു. അതെ, ഭയങ്കര ആഗ്രഹമായിരുന്നു നടുമുറ്റം എന്നുള്ളത്. ഒരു നടുമുറ്റം വേണമെന്നുള്ളത് ഒരുപാട് വർഷങ്ങൾ. വലുതൊന്നും വേണ്ട, അതാ ഒരു കുഞ്ഞത് ചെറുത് മതി. ഓക്കെ. ഈ പറയുമ്പോൾ തന്നെ ഇവിടുന്ന് നേരെ മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ 24 hours മഴ പെയ്ക്കാനുള്ള സംവിധാനം മഴയില്ലാത്തപ്പോൾ. ഇവിടെ ഒരു ഗുണമെന്ന് വെച്ചാൽ നാച്ചുറൽ ഓടാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ചൂടുണ്ടാവുന്നുള്ള ഇഷ്യൂ ഇല്ലല്ലോ. ഇല്ല, ചൂടിന്റെ പ്രശ്നമില്ല. അതോടൊപ്പം ഇതിനകത്ത് ഇപ്പം മഴ സമയമാണ്, ഇപ്പം ഞങ്ങളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന മഴ സമയത്താണ്. ഇപ്പം മഴ പെയ്യുന്നില്ല, പക്ഷെ എന്നാൽ പോലും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് മഴ പെയ്യിക്കാനായിട്ടുള്ള പൈപ്പ് കണക്ഷൻ ചെയ്തിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഇവിടുന്ന് ഡൈനിങ്ങിലോട്ട് വരുന്നതിനും തന്നെ നമുക്ക് ആദ്യം കിച്ചണിലേക്ക് പോയാലോ. അതെ, കിച്ചൺ ഒരു മോഡേൺ സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ആണേലും അതിനിടയ്ക്ക് ഒരു മോഡേൺ വന്ന് കയറി ഇതിങ്ങനെ താല്പര്യപ്പെട്ട് തന്നെ ചെയ്തു. അതെ അതെ, ഒരു കൊച്ചു കിച്ചൺ മതി, ഇത് വൃത്തിയാക്കാൻ എളുപ്പമുണ്ട്. ഒരു വലിയ, ഞങ്ങൾ 3 പേരേ ഉള്ളൂ, ഒരു ചെറിയ കിച്ചൺ മതി എന്നുള്ളതായിരുന്നു വലിയ ആഗ്രഹം. അതുകൊണ്ടാണ് ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ട്, ഒരു ചെറിയ കിച്ചൺ ആയിട്ട് ചെയ്തത്. അതും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അലൂമിനിയം PVC-ലാണ് വിചാരിക്കുന്നത്. നീറ്റായിട്ട് ചെയ്തിരിക്കുന്നു. ഒരു വുഡ് ബ്ലാക്ക് കളറാണ് കൊടുത്ത് ചെയ്തിരിക്കുന്നത്. ആക്സസറീസ് അത്യാവശ്യം എല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നോർമലി ഉള്ള ആക്സസറീസ്, അതായത് ടാൻഡം യൂണിറ്റ്, ഇനി അതെല്ലാം നമുക്ക് എന്താ പറയുക ബോട്ടിൽ പുൾ ഔട്ട് യൂണിറ്റ്, അത് മറ്റേ നമ്മുടെ കുറ്റി വെക്കാനുള്ളത് എല്ലാം അടക്കം ഇവിടെ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഫ്രിഡ്ജിനുള്ള സ്പേസ് അങ്ങനെ ഇട്ടോണ്ടാണ് ഇവിടെ നമ്മളിത് ചെയ്തത്. ഓക്കെ. അത് ഗ്രാനൈറ്റ് ആണ്, ഫുള്ളായിട്ട് ഗ്രാനൈറ്റ് ഇവിടെ നമുക്ക് എഡ്ജ് ചെയ്തെടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ചെറുതാണ്, ഇത് ഇതിന്റെ ആവശ്യമുള്ളൂ, വൃത്തിയാക്കാൻ എളുപ്പമുണ്ട്. ഏറ്റവും ആൾക്കാര് ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലം വീട് വലുതാവുമ്പോഴത്തേക്ക് ഇത് ചെയ്തെടുക്കുക, വൃത്തിയാക്കുക എന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം നിങ്ങൾ ഇങ്ങനെ പരിഹരിച്ചു. സ്റ്റോർ വേണ്ടെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു. സ്റ്റോർ റൂമേ വേണ്ട, നമുക്കുള്ള പാത്രങ്ങൾ ഇതിനടി വെക്കാനുള്ള പാത്രങ്ങൾ സ്റ്റോറോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഇനി നമുക്ക് ഡൈനിങ്ങിലേക്ക് പോകാം. ഡൈനിങ്ങിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ദിവാൻ കോട്ട് അമ്മയ്ക്ക് ഒക്കെ ഇരിക്കുകയും ഇത് നേരത്തെ ഉള്ളതൊന്നും എല്ലാ സാധനങ്ങളും നേരത്തെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഡൈനിങ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ. ഡൈനിങ് ആ തടി തന്നെയല്ലേ യൂസ് ചെയ്തിരിക്കുന്നത് ചേട്ടാ? അല്ല, ഈ ഡൈനിങ് നമ്മൾ മേടിച്ചതാണ്. പക്ഷേ ഒരേ കളർ കിട്ടും. അത് നമ്മൾ ചെയ്താ എല്ലാം ഒരുപോലെ ആക്കിയതാ. അത്രയും പേരേ ഉള്ളൂ, കാര്യം നിങ്ങൾ 3 പേരേ ഉള്ളൂ. സോ അതിനുള്ള ഒരു സംവിധാനം മാത്രം ഇവിടെ കൊടുത്താൽ മതി. അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിനൊരു ഈ ചെയ്തിരിക്കുന്ന ഫ്രെയിം അത് നിങ്ങൾ എങ്ങനെ ചെയ്താ? ഇത് നമ്മുടെ ജനലുകളൊക്കെ വാങ്ങിയില്ലേ, ഇതെല്ലാം പഴയ കഥകളാണ്. അതായത് ഈ ഇരിക്കുന്ന ജനലുകളുടെ ഒക്കെ അതെ, ഇതിന്റെ മുകളിലത്തെ ഒരു പാളിയുണ്ട്. ആ പാളി നമ്മള് മാറ്റിയിട്ട് ഫിക്സഡ് ഗ്ലാസ് ആണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ശരി. അത് ആ ഒരു പാളിയാണ് ഫ്രെയിം ആക്കി നമ്മള് ഗ്ലാസ് സെറ്റ് ചെയ്ത് ഇവിടെ പിന്നെ നമ്മുടെ ഗുരുദേവന്റെ ഫോട്ടോ വെച്ചു. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇതില് നമ്മൾ കുറച്ചു മുന്നേ മാസ്റ്റർ ബെഡ്റൂമിനകത്ത് കണ്ട ബാത്റൂമിന്റെ സെയിം പാറ്റേൺ ഉണ്ട്. ഇത് അന്ന് വാങ്ങിച്ചു അതിന്റെ കൂടെ ഫുൾ സെറ്റാണ്. മിററും അവിടെ തന്നെ മേടിച്ചു. ഓക്കെ. ഫുള്ള് ഈ ഒരു സെറ്റ് ഒരു വാഷിംഗ് ഏരിയ പോലെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഏരിയ ആണ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലേ? ചേച്ചി, നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം. എന്റെ ചേട്ടാ, ഇതാണ് നിങ്ങളുടെ ബെഡ് അല്ലേ? ഇതിനകത്ത് ഇത് അത്യാവശ്യം ചെറുതല്ലേ ചേച്ചി? വലുതാണ്. ഞാൻ തീരെ കുഞ്ഞത് പ്രതീക്ഷിച്ചു. ഇത് ചെയ്തെടുത്ത് ഇത് കൊള്ളാലോ. ഇത് കയറ് കെട്ടില്ല. ഇത് ഒരു ഷോപ്പ് നിർത്തിയപ്പം അവിടെ വിൽക്കാനിട്ടിരുന്നായിരുന്നു. പകുതി വിലക്ക് ഞങ്ങൾക്ക് കിട്ടിയതാണ്. അന്ന് മേടിച്ചതാണ്. അതായത് 4 വർഷം മുന്നേ മേടിച്ചാണ്. ഫാമിലി കോട്ടായത്. ഇതിന് മുന്നേ വാങ്ങിച്ചു. മുന്നേ മേടിച്ച ഒരു 4 വർഷം മുന്നേ മേടിച്ചൊരു കട്ടിലാണ്. സത്യം പറയാം, ഞങ്ങൾ ഈ കെട്ടിടം സ്ഥലം മേടിച്ചിട്ട് ആദ്യം മേടിക്കുന്ന സാധനം ഇതിന്റെ ക്ലോസറ്റുകളാണ്. 3 ക്ലോസറ്റുകൾ ഞങ്ങള് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഷോപ്പ് നിർത്തിയപ്പോ അപ്പം നമ്മള് അങ്ങനെ അവിടെ അവര് അതിന്റെ വക്കീലും ഞങ്ങളുടെ വക്കീലും ഒരാളാണ്. അപ്പൊ ആ പുള്ളി ഞങ്ങളോട് പറഞ്ഞു, ഇതുപോലെ ഷോപ്പ് നിർത്തുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ക്ലിയറൻസ് ഭാഗമായിട്ട് അവർക്ക് പൈസ പിന്നെ കൊടുത്താൽ മതി എന്നൊരു ഇത് വന്നു. അപ്പൊ ഞങ്ങള് ക്ലോസറ്റ് എല്ലാം എടുത്തു വെച്ചു. 3 ക്ലോസറ്റ്, ഇത് പിന്നെ അവിടെ ഇരിക്കുന്ന മിറർ, അങ്ങനെ അതൊക്കെ ആ ടൈമില് പകുതി വിലക്ക് എല്ലാം പാതി വിലക്ക് കിട്ടി. അന്ന് വീട് വെക്കോ ഇല്ലയോ നമ്മള് വാടക വീട്ടിലെ ആദ്യം കൊണ്ടുപോയി എല്ലാം. അടിപൊളി. ഇതും അപ്പറേ നമ്മൾ പറഞ്ഞ ആ ഒരു അലൂമിനിയം ACP-യിലാണ് ഇതും വർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. വാർഡ്രോബ്, ഒരു 5 ഡോർ വാർഡ്രോബ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് AC ഉണ്ടല്ലോ. ഇത് AC-യുടെ ആവശ്യം ഇല്ലല്ലോ, അങ്ങനെ ചെയ്തതാണല്ലേ. ഇത് ഒരു ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബേബിന്റെ ആഗ്രഹത്തിന്റെ പുറത്താണ് ചെയ്തെടുത്താണ്.
ഇത് ബാത്റൂം അല്ലേ? എല്ലാം അറ്റാച്ച്ഡ് ആണ്. ഓ, ബാത്റൂം തുറക്കാൻ പറ്റും. ഓ യെസ് 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 യെസ്. ഓ, ഇതാണ് നിങ്ങൾ വാങ്ങിച്ച സാധനം. അമ്പോ, ഇത് ഇപ്പോഴത്തെ അവസരം കിട്ടാൻ ഇച്ചിരി കാശ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അന്നത് നിർത്തിയപ്പം ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾ അന്നേരം ഓക്കെ ഓക്കെ ഓക്കെ. നോർമൽ, അതായത് 250x150 എന്നുള്ള സൈസിൽ നോർമൽ ആയിട്ടുള്ള ഒരു ബാത്റൂം ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ഏരിയ ഒന്നും പ്രത്യേകിച്ച് തിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് മാസ്റ്റർ ബെഡ്. ഇതാണ് രണ്ടാമത്തെ ബെഡ് അല്ലേ? യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സെക്കൻഡ് ബെഡ് വേണമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഗസ്റ്റുകൾ ഇല്ല, ശരിക്കും ഇപ്പോഴത്തെ കാലത്ത് വീടുകളിലൊക്കെ ഗസ്റ്റുകൾ വരുന്നത് വളരെ കുറവ്. എല്ലാവരും വൈകിട്ട് പരിപാടി വീട്ടിൽ തീർച്ചയായും പിന്നെ ബൈ ചാൻസിൽ താമസിക്കുന്നത് കുറവാണ്. എല്ലാവരും ഇപ്പൊ നമ്മളങ്ങനെയല്ല. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു ഫംഗ്ഷന് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ പോയി പരിപാടി കഴിഞ്ഞ് വൈകിട്ട് നമ്മുടെ വീട്ടിലെത്താൻ ശ്രമിക്കും. അപ്പൊ പിന്നെ ബൈ ചാൻസിൽ ആരെങ്കിലൊക്കെ ഒന്ന് വന്നാൽ കിടക്കത്തക്ക രീതിയിലുണ്ടെങ്കിൽ ഗസ്റ്റ് റൂമാണിത് ചെയ്തിരിക്കുന്നത്. ഇത് വാങ്ങിച്ചതാണ്? അത് മാത്രമാണ് മേടിച്ചത്. ഇതും സെക്കൻഡ് കടയിൽ നിന്ന് മേടിച്ചതാണ്. അങ്ങനെ വാങ്ങിച്ചാണ്. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് വിത്ത് ഡ്രസ്സിംഗും കൊടുത്തിട്ടുണ്ട് അല്ലേ? ജസ്റ്റ് ഒരു ചുമ്മാ എഴുതാനോ എന്തെങ്കിലും. അത് മാത്രമല്ല, അയണിംഗ് ബോക്സ് അല്ലാതെ നമ്മൾ അയണിംഗ് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് അയൺ ചെയ്യാനായിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. വിത്ത് 3 അറ്റാച്ച്ഡ് അല്ലേ? അതെ, 3 അറ്റാച്ച്ഡ്. എല്ലാം തുറന്ന് കാണിക്കുന്നില്ല, ഞങ്ങൾ അപ്പുറേ തുറന്ന് കാണിച്ചുകൊണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് മിനിമം കേരളത്തിലെങ്കിലും അല്ലെ ഇന്ത്യയിലെങ്കിലും ഏറ്റവും കൂടുതൽ ഗസ്റ്റ് വരുന്ന ആൾക്കാരാണ് നിങ്ങൾ. തീർച്ചയായിട്ടും അല്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ ഗസ്റ്റ് വരുന്നത് വർഷത്തിൽ 3-4 തവണയാണ്. നിങ്ങൾക്ക് ഒരു ദിവസം 4-5 ഗസ്റ്റുകൾ ഉണ്ടെന്നുള്ളതാണ് രസം. അപ്പൊ ദാ മൂന്നാമത്തെ ബെഡ്. ഇവിടെ താമസിക്കുന്നത് അല്ലെ, ഈ റൂം അമ്മയുടെ. യെസ്, ഇതാണ് അമ്മയുടെ ബെഡ്റൂം. കൂടുതൽ ഒരു എന്താ പറയാ, എല്ലാം ഒരു കൈയെത്തുന്ന ദൂരത്ത് ചെയ്യാൻ വിചാരിക്കുന്നു. ബെഡ് നേരത്തെ ഉണ്ടായിരുന്നാന്ന് വിചാരിക്കുന്നു. ബെഡ് കോട്ട്. ഇവിടെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കാണാൻ പറ്റാത്തൊരു ഐറ്റമാണ്. ശരിക്കും ഒരുപാട് പഴയ പുരാവസ്തുവാണ് ശരിക്കും. ഇതൊന്ന് പിടിച്ച് ഒന്ന് മാറ്റണമെങ്കിൽ 4 പേരെങ്കിലും വേണം. അത് നനക്കണേ പറ്റത്തില്ല. ഇതെനിക്ക് തോന്നുന്നു അമ്മയുടെ സ്വന്തം പാരമ്പര്യ സ്വത്തായിട്ട് കിട്ടിയ സാധനം. ചേച്ചി, ഇത് ഫ്രണ്ടായാൽ മതിയായിരുന്നു. അതാ ആ ആഗ്രഹത്തിന് ഇതും അങ്ങ് ഫ്രണ്ടായിട്ട് ഉപയോഗിക്കാം. കാരണം വണ്ടി ഇട്ടിട്ട് ഇറങ്ങി വരുന്നത് എല്ലാം ഇവിടെയാണല്ലേ? അതെ. എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കാണിച്ച തൂണ് സ്ക്വയർ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ നിങ്ങളത് റൗണ്ടാക്കി. റൗണ്ട് തൂണ് എന്നിട്ട് ഇവിടെ വരച്ചെടുത്തിരിക്കുന്നു. ഇവിടെ ഒരു കോഫി ടേബിൾ പോലത്തെ ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? കോഫി ടേബിൾ ചെയ്തിരിക്കുന്നു. അത്യാവശ്യം ഇവിടെ വന്നൊരു ചായ കുടിക്കാനായിട്ടുള്ള സംവിധാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഡിഷ് വാഷർ ഇവിടെ വെച്ചു, അവിടെ കൊടുത്തു. അകത്ത് അതിനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെയാണ് കൊടുത്തത്. ഇവിടെ വെള്ളിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഒരു വിൻഡ്, അതായത് ബ്രീസാണ് ശരിക്കും അങ്ങനെ പറയാം. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലെ വളകളുടെ ഒരു വെറൈറ്റി കളക്ഷൻസ് നിങ്ങൾ ഓരോ പ്രാവശ്യം കാണുമ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ വളകൾ കാണാം. അതൊരു ഇതാണോ? അതെ അതെ, തീർച്ചയായിട്ടും. ഒരു 10 വയസ്സ് മുതൽ തുടങ്ങിയാൽ കുപ്പിവള അന്ന് മുതൽ കുപ്പിവളകളാണ്. എല്ലാം കുപ്പിവളകളാണ്. എല്ലാം കുപ്പിവളകൾ തന്നെ. ലൈറ്റ് ഉണ്ടോ ഇതിന്? അടിപൊളി. ഈ ലൈറ്റ് ഇങ്ങനെ റിംഗ് ആയിട്ട് തന്നെ ഇടണം, ഗംഭീരമായിട്ടുണ്ടാവും. അത് അതായത് നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള കുളിയോ അതോ ഉപയോഗിക്കുന്നതും നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതൊക്കെ ആയിട്ടുള്ള കുപ്പിവെള്ളമാണ്. കുറെയൊക്കെ പൊട്ടി പോകും. അപ്പൊ പുതിയത് വാങ്ങിക്കും. അത് കൊള്ളാം. കുപ്പിവെള്ളയാണ് നമുക്ക് വലിയ ചെലവില്ലല്ലോ. ഇല്ല, ചെലവില്ല. സ്വർണം വേണ്ട. ഇതിനൊരു ബുക്ക് ഷെൽഫ് ഒക്കെ അടുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വായിക്കാനൊക്കെ അങ്ങനെയുള്ള രീതിയിലാവും. സമയമില്ല, പക്ഷേ ടൈമില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാത്തപ്പോൾ നമുക്കത് ഇരിക്കാനായിട്ടുള്ള ഒരു സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിക്ക് അതിനെ എടുക്കാം. ഇത് വാങ്ങിച്ചതോ അതോ? അത് മേടിച്ചതാണ്. വാങ്ങിച്ചതാണ്. ഒരു തുളസി തറയായിട്ട് ചെയ്തിരിക്കുക ചെയ്യുന്നത്. ഇത് അടുക്കളത്തോട്ടം എന്നുള്ള രീതി തന്നെ പറയാം അല്ലേ? അടുക്കളയുടെ പുറകുവശത്താണല്ലോ. എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. അതെ, അത്യാവശ്യം. വെണ്ട, പയർ, പാവല്, എല്ലാ സംഗതികളും ഉണ്ടല്ലേ? വിളവെടുത്ത് തുടങ്ങിയായിരുന്നോ? ഒന്ന് കഴിഞ്ഞു, അടുത്തത് രണ്ടാമത് വെച്ചിരിക്കുന്ന. ഇതെല്ലാം നമ്മൾ എനിക്കൊന്ന് നഴ്സറി വാങ്ങിച്ച ചെടികളല്ലേ? ഇതെല്ലാം നല്ല വിലയാ. 600-700 രൂപ കൊടുക്കണം ഇതിനൊരു ചോടിന്. മൊത്തം ഞാനിത് ഗ്രാഫ്റ്റ് ചെയ്ത് കുറെ ഉണ്ട്. എനിക്ക് ഇതിന്റെ ഒരു 64ഓളം വെറൈറ്റീസ് ഉണ്ട്. ആണല്ലേ? അഡിനിയ എന്ന് പറഞ്ഞ അഡിനിയ. അതെ. ഇത് തന്നെ ഒരുപാട് പ്രായമായതിന് മുടിഞ്ഞ വിലയാണ്. ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ അച്ഛനെ 5-6 വർഷം പഴക്കമുള്ളതുണ്ട്. ഞങ്ങളുടെ അച്ഛൻ ഭയങ്കര ഈ ചെടികളുടെ ഭ്രാന്തുള്ള ഒരു മനുഷ്യൻ. വണ്ടിയെ പോകുമ്പോ നഴ്സറി നിന്ന് അവിടെ നിർത്തും. എന്നിട്ട് അവിടെ ചെന്നിട്ട് വില ചോദിച്ചിട്ട് അവിടുന്ന് ഒരു 2-3 ചോട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇത് കണക്കാണ്. സർവത്ര ചെടികളുടെ കളിയാണ്. ഇവിടെ എല്ലാം നമ്മള് ഈ പറഞ്ഞ ചെടികൾ അകത്ത്. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്ന മുളക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. വെണ്ട, നോർമൽ വെണ്ടയുണ്ട്, വേങ്ങേരി വെണ്ടയുണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. പല
വെറൈറ്റീസ് ഉണ്ട്. യെസ്, ഇവിടെയൊക്കെ പിന്നെ ഇതുമെല്ലാം നമ്മൾ അല്ലാതെ ചെടികൾ അല്ലാതെ യെസ് വന്നിരിക്കുന്നതാണ്. മേളിലും ഈ പറഞ്ഞ പോലെ ചെടികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്നേഹക്കൂടിൽ ഒരു ദിവസം എനിക്ക് തോന്നുന്നു എത്ര എക്സ്പെൻസ് വരും ചേട്ടാ? സ്നേഹക്കൂടിൽ ഒരു ദിവസം ഒരു 55-60 രൂപ 60,000 രൂപ എക്സ്പെൻസ് വരും. മെഡിസിൻ ഫുഡ് മെഡിസിൻ ഡയപ്പർ അങ്ങനെയൊക്കെ. മെഡിസിൻ എക്സ്പെൻസ് വലുതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാര്യം. ഫുഡിനൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വെച്ചാൽ മെഡിസിൻ എക്സ്പെൻസ് അതിനകത്തൊരു ബുദ്ധിമുട്ടാണല്ലോ. കുറച്ച് പൈസയൊക്കെ നമുക്ക് ഈ മെഡിസിൻസ് കുറച്ചൊക്കെ നമുക്ക് ജില്ലാ ആശുപത്രിയിൽ നിന്നൊക്കെ കിട്ടും. പക്ഷെ ബാക്കിയെല്ലാം പുറത്തുനിന്ന് മേടിക്കാണ്, കൂടുതലും പുറത്തുനിന്ന് മേടിക്കും. അപ്പോ ഞാൻ ആലോചിക്കുന്നുണ്ട് എത്ര രൂപയായിരിക്കും ഒരു എക്സ്പെൻസ് കാണുമ്പോൾ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചു. 13 ലക്ഷം രൂപ ഒരു മാസം. എത്ര? 13 ലക്ഷം രൂപ ഒരു മാസം റൺ ചെയ്ത് പോകാനായിട്ട്. സ്റ്റാഫ് എത്ര പേരുണ്ട്? സ്റ്റാഫ്സ് 32 പേരുണ്ട്. അതായത് ഈ പറഞ്ഞ 140 പേരെ അല്ല 150 പേരെ പരിപാലിക്കാനായിട്ടാണ് സ്റ്റാഫിനെ നമ്മൾ. അതെ കെയർ ടേക്കർമാരുണ്ട്, പിന്നെ നേഴ്സുമാരുണ്ട്, കുക്കുണ്ട്, ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്, ഡോക്ടർ വിസിറ്റ് ആഴ്ചയിൽ പിന്നെ സെക്യൂരിറ്റീസ്, അങ്ങനെ പിന്നെ കുറെ കടക്കുന്നവരുണ്ടല്ലോ അവരെ നോക്കാൻ കെയർ ടേക്കർമാര്, എല്ലാവരും കൂടി ആയിട്ട് നമുക്ക് ഇത്രയും. കിടപ്പ് രോഗികളെ മെയിൻറ്റെയിൻ ചെയ്യലൊരു പാടാണ്. പാലിയേറ്റീവ് വലിയൊരു ബുദ്ധിമുട്ടാണ് എങ്കിലും അതാണ് ഏറ്റവും നമ്മളെ ഹാപ്പി ആക്കുന്നത്. ചെയ്യേണ്ടത് അതാണ്, നമ്മളെ ഹാപ്പി ആക്കുന്നതും അതാണ്. നമ്മളിപ്പോൾ ഒരാൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതിനെന്തേലും, അതായത് എനിക്കറിയാം അതിൽ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, കേൾക്കുന്നവർക്കായിട്ട് ചോദിക്കുകയാണ്, വീട്ടിൽ നിന്ന് അച്ഛനമ്മമാര് മക്കൾ ഉപേക്ഷിക്കപ്പെട്ടവരോ എങ്ങനെയാണ് അതിൻ്റെ ഒരു? ശരിക്കും നമ്മൾ അവിടെ എടുക്കുന്നതെന്ന് പറയാനായിട്ട് ആരുടെയെങ്കിലുമൊക്കെ റിക്വസ്റ്റ് കൊണ്ടായിരിക്കും. വാർഡ് മെമ്പർമാരോ പഞ്ചായത്ത് പ്രസിഡന്റോ പോലീസ് സ്റ്റേഷൻ അവിടുന്ന് വിളിച്ചിട്ടായിരിക്കും. അപ്പം നമ്മളത് തിരക്കും ഡീറ്റെയിൽ, അത് അവര് ജെന്യുവൻ ആണോ എന്നുള്ളത്. വാർഡ് മെമ്പർ ലെറ്റർ, പോലീസ് സ്റ്റേഷൻ ലെറ്റർ ഒക്കെ വേണം നമുക്കൊരാളെ സ്ഥാപനത്തിൽ എടുക്കാനായിട്ട്. പിന്നെ ഇതൊന്നും അല്ലാതെ മാനുഷിക പരിഗണന വെച്ചിട്ട് ഓട്ടോയിൽ വിളിച്ച് വരുന്ന അച്ഛനെയും അമ്മയും ഒക്കെ എടുക്കാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാകാറുണ്ട്. അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവരെ ഇവിടെ ഇടയില്ല, അല്ലെങ്കിൽ ഇത്രയൊക്കെ നമുക്ക് പ്രൊസീജിയർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു വിട്ടിട്ട് അവർ പുറത്തേക്ക് പോയി എന്തെങ്കിലും ചെയ്താൽ നമുക്കത് വിഷമാവും. അതുകൊണ്ട് നമ്മൾ അവരെ ഇരുത്തിയിട്ട് പിന്നെ അവരുടെ വീട് എവിടെയാന്ന് ചോദിച്ച് അവിടുത്തെ വാർഡുമായിട്ട് ബന്ധപ്പെട്ട് വാർഡ് മെമ്പറോട് ഡീറ്റെയിൽ ഒക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ നമ്മളങ്ങ് ചിലപ്പോൾ നമ്മളതൊന്നും നോക്കാതെ എടുക്കാറുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ, ഇവിടെയാണ് നമ്മുടെ കാർപോർച്ചിന്റെ മേളിൽ ലേറ്റസ്റ്റ് ആയിട്ട് വളരെ അടുത്ത് നിങ്ങളൊരു വലിയ ബുദ്ധിപരമായ ഡിസിഷൻ എടുത്തു എന്ന് ഞാൻ പറയും. അത് സോളാർ. ഇത് അത്യാവശ്യം വലിയ മിറ്റ്, നമ്മുടെ ഈ ബാക്കിൽ കണ്ട പോലുള്ള മിറ്റ് ഇവിടെ ഉണ്ട് താനും അല്ലേ? ഒരു എന്താ പറയാ, ഒരു വീട് വെക്കുമ്പോഴത്തേക്കും ഒരുപാട് ഇമോഷൻസിലൂടെ നമ്മുടെ കടന്നു പോയല്ലോ. എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര, ആ ഒരു ജേണി? വീട് വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതോ വീട് വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്? ഒരുപാട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഏട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏട്ടന് വീട്ടിലൊക്കെ ഉള്ള ആളാണ്. പക്ഷെ എൻ്റെ ലൈഫിൽ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, എൻ്റെ അച്ഛനൊരു സർക്കാർ ജോലിക്കാരനായിരുന്നെങ്കിൽ പോലും ഞങ്ങൾക്ക് വീടില്ലാത്തൊരു സാഹചര്യം ചെറുപ്പം മുതലുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വാടക വീടുകളിൽ താമസിച്ച് ഒരു വീട് ഇന്ന് അടുത്ത വാടക വീട്ടിലോട്ട് മാറുന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ശരിക്കും അറിയാമല്ലോ, ഈ സാധനങ്ങളെല്ലാം പെറുക്കിക്കൊണ്ട് അങ്ങനെ കുറേ നടക്കേണ്ടി വന്നു. അവസാനം എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് വാടക വീട്ടിലെ ഫ്രണ്ടിൽ അച്ഛൻ്റെ ബോഡി വെക്കാനായിട്ട് അതിൻ്റെ ഓണർ സമ്മതിക്കാനായിട്ട് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലാണ് ബോഡി വെച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഇമോഷണലായിട്ട് ഉള്ളൊരു ഒരു വീടെന്നുള്ളത് വലിയൊരു നമ്മളൊരു സ്വപ്നമായിരുന്നു. പക്ഷെ വീടിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ മുടക്കി വലിയ വീടുകൾ വെക്കുക അതിനോട് നമ്മൾ ഒരിക്കലും യോജിക്കുന്നില്ല. എന്നെങ്കിലും നമുക്ക് കയറി കിടക്കാനൊരു വീട് എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ ഒരു വീട് എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിയത്. പിന്നെ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് വെച്ച ഈ വീട് ഞങ്ങളുടെ കാലശേഷം സ്നേഹക്കൂട് അഭയമന്ദിരത്തിന് ഇപ്പൊ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മള് എല്ലാം ഞങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ സ്നേഹക്കൂട് അഭയമന്ദിരത്തിലേക്കാണ് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു തീരുമാനം കൂടെ ഇത് വെച്ച സമയത്ത് തന്നെ നമ്മളത് എടുത്തു. അതിനുള്ള കാര്യങ്ങളൂടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു വലിയൊരു എന്താ പറയുക, ഒരു സന്തോഷം എന്താന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ വീടുകളിൽ തന്നെ അച്ഛനമ്മമാരെ നോക്കാനായിട്ട് മക്കള് പലരും ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒപ്പം നിൽക്കാൻ നമ്മൾ വാശി പിടിക്കും. അത് കഴിഞ്ഞാൽ നിന്റെ ഒപ്പം നിൽക്കട്ടെ എന്ന് പരസ്പരം വാശി പിടിക്കും. അതങ്ങനെയാണ്, അതൊരു കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നമാണെന്ന് വിചാരിക്കാം. ഈ വീടിന്റെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നിശ്ചയ ചേച്ചിയുടെ ഫേസ്ബുക്കിൽ പോയിട്ടില്ല, വേറെ ആരുടെയും പേജില്, വേറെ ഒരു യൂട്യൂബ് ചാനലില് ഒന്നും ഇത് വന്നിട്ടില്ല. ചെയ്തിട്ട് 1 കൊല്ലം കഴിഞ്ഞു. ഏതാ നിങ്ങളത് കൊടുക്കാതിരുന്ന് ചെയ്യാൻ നമുക്കിവിടെ പ്രായമായിട്ടുള്ള ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ നമ്മൾ വീടിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. വീടിനെ പറ്റി ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഹൗസ് വാമിങ്ങിന് വന്ന നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ
അവര് ഇട്ടത് കണ്ടിട്ടാണ് ആരൊക്കെയോ വിളിച്ചിട്ട് വനിതാ വീടൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ അതുപോലെ കുറച്ച് യൂട്യൂബേഴ്സും ഒക്കെ നമ്മളുടെ അടുത്ത് ചോദിച്ചിരുന്നു. പക്ഷേ നമ്മുടെ അമ്മ മാത്രമേ ഉള്ളൂ തനിച്ചിവിടെയാണ്. ഞങ്ങൾ ഫുൾ ടൈം രാവിലെ മുതൽ രാത്രി വരെ ബിസിയുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഇവിടെ കാണില്ല. ശരിക്കും ഈ വീട് വെച്ചിട്ട് ഇതുവരെ ആസ്വദിച്ചു പകലിരിക്കാൻ ഞാനത് എപ്പോഴും പറയും, പകല് ആസ്വദിച്ച് വീട് ഒന്ന് ഇരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതിനെ പറ്റിയിട്ട് തിരക്കാനും കാണാനും വരുന്ന ആളുകളോട് ഇതെല്ലാം നിന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട്, ഞങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല. പിന്നെ അജയ് വന്നപ്പം അജയുടെ അടുത്ത് നമ്മൾ ഈ വീടിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അജയ് ഒരാഗ്രഹം പറഞ്ഞു, അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ പിന്നെ ഞങ്ങൾ ഓർത്തു എന്നാൽ പിന്നെ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ വെക്കാൻ ഉപകരിക്കുന്നെങ്കിൽ. ഇവിടെ ഈ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെല്ലാം ഒരുപാട് പേര് ഇറങ്ങി വന്ന് നോക്കാം ചോദിക്കും. അപ്പം അവർ എല്ലാവരും ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉൾപ്പെടെ ഒരുപാട് പേര് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളിത് കാണിക്കണം ആൾക്കാരെ, കാരണം ഇങ്ങനെയും വീട് വയ്ക്കാം. 28 ലക്ഷം എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിലത് പറയും 21 അല്ല തള്ളി മറിക്കും ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട്, 28 ലക്ഷം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ 5 മാസം കൊണ്ട് ഞങ്ങൾ ഈ വീടിന്റെ പണി പൂർത്തിയാക്കി. പക്ഷെ ഞങ്ങൾ 3 വർഷം ഞങ്ങൾ അതുപോലെ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പോകാത്ത സ്ഥലങ്ങളില്ല. ഇവിടുന്ന് കാണുന്ന ഓരോ സാധനങ്ങൾ പോലും ഞങ്ങൾ പല സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ ഈ ഗോഡൌണിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വെച്ച് അതിനെ അവിടെ ഞങ്ങൾ തന്നെ ചിരണ്ടിയതുണ്ട്. പല കാര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത്. പക്ഷെ ഇന്ന് ഇത് വയ്ക്കണമെങ്കിൽ എനിക്ക് ആർക്കും പറ്റിയെന്ന് വരത്തില്ല. 28 ലക്ഷം മെറ്റീരിയൽ 6 രൂപയ്ക്കാണ് നമ്മൾ ഈ ഓടുകളൊക്കെ, പഴയ ഓടുകൾ 6 രൂപ വെച്ച് മേടിച്ചിട്ട് എല്ലാം കഴുകി പോളിഷ് ആയിട്ടില്ല, കഴുകിയിട്ടിട്ടതുള്ളൂ. 28 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഈ മതിൽ ഉൾപ്പെടെ കംപ്ലീറ്റ് ആണ്, വീടിന്റെ മാത്രമല്ല ഫുള്ള് ഇത് കംപ്ലീറ്റ് ആണ്. ചെടിയൊന്നുമില്ല കേട്ടോ, ചെടിയൊക്കെ നമ്മൾ തന്നെ ചെടി നമുക്ക് ഉണ്ടായിരുന്നത് തന്നെയാണ്. ഇതിന്റെ മതിൽ ഉൾപ്പെടെ കംപ്ലീറ്റ് സംഭവങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. നിങ്ങൾ വീട് വെക്കുന്ന സമയത്ത് ഓരോ വീട് കാണുന്നവർക്ക് ഓരോരോ ആഗ്രഹങ്ങളും ഓരോരോ മോഹം എങ്ങനെയും തീർത്താൽ മതി. സാമ്പത്തികം ഒരു വലിയ പ്രശ്നമാണ്. അതായത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വീട് എത്തിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എങ്ങനെയായാലും കരകയറിയേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ ഈ കാണിച്ചത്. അപ്പോൾ ചേട്ടാ ചേച്ചി സന്തോഷം. ധർമ്മോ രക്ഷതി രക്ഷിത, അതിനപ്പുറം ഒന്നുമില്ല. അത് തന്നെ ആവട്ടെ. എപ്പോഴും എടുത്തു പറയുന്നത് നമ്മുടെ വീട് വെക്കുന്ന സമയത്ത് ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന ഓരോ രീതിക്കാണ്. ഇവര് ഒരു വീട് എന്ന് പറഞ്ഞാൽ അത്ര ഒരു 150 പേരെ കുടുംബമായി കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് ഈ സമയത്ത് ഞാൻ എപ്പോഴും സൈൻ ഓഫാണ് പറയുന്നത്. പക്ഷേ ഇവർക്ക് ഈ സമയത്ത് ഞാനൊരു എൻ്റെ ഭാഗത്തുനിന്ന് വലിയ സ്നേഹം, നന്ദി പറയില്ല, അത് ചെറുതായി പോകും പറഞ്ഞാൽ സ്നേഹം മാത്രം അറിയിപ്പിച്ചുകൊണ്ട് സന്തോഷം. നിർത്തുന്നു ചേച്ചി. താങ്ക് യു.